ഉണ്ണി നന്നായി ഹലോ. അപ്പം ഞാൻ ഇന്ന് ആഫ്റ്റർ വർക്കൗട്ട് വെയിറ്റ് ലോസ് സ്മൂത്തി എന്താ കുടിക്കണേന്ന് നോക്കാം കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് 2 സപ്പോട്ട, 2 ചെറുപഴം, പിന്നെ ഒരു കിവിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് എന്ത് സ്മൂത്തിയും എന്ത് ജ്യൂസും എന്ത് ഫുഡൊക്കെ ഡയറ്റ് ചെയ്യാന്ന് വെച്ചാലും എല്ലാം നമ്മൾ വർക്കൗട്ടും കൂടി അതിൻ്റെ കൂടെ നടത്തണം കേട്ടോ. എന്തായാലും നമ്മളൊരു 1 ഹവർ അല്ലെങ്കിൽ എത്ര കൂടുതൽ നേരം ചെയ്യാൻ പറ്റണോ അത്രയും നല്ലതാണ്. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം ഇങ്ങനെ എന്ത് കഴിച്ചിട്ടും കാര്യമുള്ളൂ കേട്ടോ. എന്നാൽ മാത്രമാണ് നമ്മൾ തടി കുറയുള്ളൂ. അപ്പം ഞാൻ ചെറുപഴം അരിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം കിവിയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തോല് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പീലർ വെച്ച് തൊട്ടപ്പോൾ തന്നെ നന്നായിട്ട് തോല് പോരുന്നുണ്ട് കേട്ടോ. സപ്പോർട്ട് അങ്ങനെ ഇരുന്നില്ല, നല്ല കുറച്ച് ഹാർഡായിട്ടുണ്ടായിരുന്നു. പഴുത്തിട്ടുണ്ട്, പക്ഷേ നല്ല ഹാർഡായിരുന്നു തോല്. ഇനി ഇതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ അതാ മിക്സിയിലും നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതാ എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. കുറച്ച് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. കുറച്ച് പാലും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഹണിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അതാ വർക്കൗട്ടൊക്കെ ചെയ്ത് വന്നിട്ട് ഞാൻ ഇത് കുടിക്കാൻ കേട്ടോ. അപ്പം നല്ല തണുപ്പുണ്ട് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കിത് കഴിച്ച് കഴിഞ്ഞാൽ തന്നെ വയറ് ഫുള്ളാവും, പിന്നെ വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ഹെവി ഫുഡാണ്. അപ്പോൾ എന്തായാലും എന്ത് കുടിക്കുമ്പോഴും ജ്യൂസ് നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ എന്തായാലും നന്നായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്താലോ കേട്ടോ ഫലം ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി സ്മൂത്തിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ വെയിറ്റ് ലോസ് സ്മൂത്തീസ് ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ വേറൊരു ഡേ ഞാൻ സ്മൂത്തി ട്രൈ ചെയ്യുന്നത് ബനാന ഡേ ആണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് അത് എങ്ങനെയെന്ന് ഉണ്ടാക്കാം. 2 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അത് ഒന്ന് തോല് കളഞ്ഞിട്ട് കുരു കളഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് മിക്സിയുടെ ജാറിക്കിടാം. എന്നിട്ടൊരു ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെച്ചാൽ അത് ഒഴിവാക്കാം കേട്ടോ. പിന്നെ 2 ബദാം, അണ്ടിപ്പരിപ്പ്, ആപ്രിക്കോട്ട്, പിസ്ത അങ്ങനെ എല്ലാം ഇടുന്നുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് പാലും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് ഹണിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കതൊരു ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. എന്നിട്ട് വർക്കൗട്ടൊക്കെ ചെയ്ത് വന്നിട്ട് നമ്മളതൊന്ന് കുടിച്ച് വയ്ക്കാൻ മതി. നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വർക്കൗട്ടിന് ശേഷം നമുക്കത് കുടിക്കാം. അപ്പോൾ നല്ല തണുപ്പുണ്ടാവും ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട്. അപ്പോൾ അത് മാത്രം മതി, പിന്നെ വേറെ ഭക്ഷണമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ ട്രൈ ചെയ്യുന്നത് റാഗി വെച്ചിട്ടുള്ളൊരു സ്മൂത്തിയാണ്. അപ്പോൾ രാവിലെ തന്നെ റാഗി ഒന്ന് കഴുകി പിന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ റാഗി നന്നായിട്ട് ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഒന്ന് നല്ല ലൂസായിട്ട്. പിന്നെ അതൊന്ന് ചൂടാറിന് ശേഷം നമുക്ക് എത്ര ക്വാണ്ടിറ്റി കണ്ടിച്ച് അതിനനുസരിച്ചിട്ട് വെള്ളം എടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുറുകി വരും. അപ്പോൾ അതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചൂടാറിന് ശേഷം. പിന്നെ ഇത്തിരി പാല് ഒഴിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നട്ട്സൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സോക്ക് ചെയ്ത് വെച്ച കസ്കസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കസ്കസ് വെയിറ്റ് ലോസിന് നല്ലൊരു ഐറ്റമാണ് കേട്ടോ. എന്നിട്ട് ഞാനത് വീണ്ടും എൻ്റെ ബോട്ടിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ടതൊന്ന് വർക്കൗട്ടൊക്കെ ചെയ്ത് വന്നിട്ട് കുടിക്കുക. അപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ നല്ല തണുപ്പുണ്ടാവുമല്ലോ. അപ്പോൾ അതങ്ങനെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവും കേട്ടോ.
എന്നിട്ട് ലാസ്റ്റ് അതിലേക്ക് ഇത്തിരി ഹണിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഞാൻ വർക്കൗട്ടിന് പോണതിന് മുമ്പ് ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്ന നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവായിരുന്നു കേട്ടോ. എന്നിട്ട് വർക്കൗട്ടൊക്കെ ചെയ്ത് വന്ന് ഇനി നമുക്കത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുടിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തി തന്നെയായിരുന്നു കേട്ടോ റാഗി വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്മൂത്തി ഇതാണ്, റാഗിയുടെ. നല്ല പ്രോട്ടീൻ ആയിട്ടുള്ളൊരു സ്മൂത്തി ആയിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രോട്ടീൻ സ്മൂത്തി എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഡ്രാഗൺ ഫ്രൂട്ട് എടുക്കുന്നുണ്ട്. അതൊന്ന് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഐസ്ക്രീമും കൂടി ഇത്തിരി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണിച്ച ഐസ്ക്രീം ആഡ് ചെയ്യുക, അല്ലച്ച ഹണി ആഡ് ചെയ്യുക കേട്ടോ. അതായിരിക്കും ഒന്നും കൂടി നല്ലത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്. അതിന് ശേഷം കുറച്ച് പാലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം ഒന്നായതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ ഈസി ആയിട്ട് ഒരു സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വർക്കൗട്ടിന് ശേഷം കുടിക്കാൻ പറ്റിയ നല്ലൊരു സ്മൂത്തിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എല്ലാ സ്മൂത്തീസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏത് ഡ്രിങ്ക് കുടിക്കുമ്പോഴും വർക്കൗട്ടിന് ശേഷമാണ് കേട്ടോ കുടിക്കേണ്ടത്. അപ്പോഴാണ് നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി സ്മൂത്തീസ് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.